السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു വെച്ചത് സൂറത്തുൻ നഹ്ലിലെ ചില ആയത്തുകള്. അത് നമ്മൾ അങ്ങനെ എടുത്തുദ്ധരിക്കാൻ കാരണം അള്ളാഹു പ്രപഞ്ചത്തിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അതിൽ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ അവിടെ എല്ലാം തന്നെ സഹറ എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആന് ഗൈബിയായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിലേക്ക് സൂക്ഷ്മമായി നോക്കുവാനും പഠിക്കുവാനും വിലയിരുത്തുവാനും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ കണ്ടെത്തുന്ന ഏതൊന്നും ഭൂരിപക്ഷ മനുഷ്യരുടെ ദൃഷ്ടിക്ക് അഗോചരമായി നിൽക്കുന്ന കാര്യങ്ങൾ മനുഷ്യരിൽപ്പെട്ട ചിലര് നിരന്തരം പഠിക്കുകയും അവര് ലക്ഷ്യമാക്കുന്ന ഒന്നിന്റെ പിറകിൽ ദീർഘദൂരം നടക്കുകയും ചെയ്യുന്നതിലൂടെ എത്തിപ്പെടുന്ന സത്യങ്ങള്, കണ്ടെത്തലുകള്, ഇതെല്ലാം മനുഷ്യന് അള്ളാഹു കാണിച്ചു കൊടുക്കും. അവന്റെ പ്രയത്നം, അവന്റെ ചിന്ത ഉപയോഗിക്കുന്നതിലൂടെ അവന് അള്ളാഹു കാണിച്ചു കൊടുക്കും. പ്രപഞ്ചനാഥൻ അതിലേക്ക് അവന്റെ ചിന്തകളെ എത്തിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ തന്നെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആയത്തുൽ കുർസി ഓതുമ്പോൾ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ എന്ന് പറയുന്നു. അള്ളാഹു ഉദ്ദേശിച്ച ഒന്നൊഴിച്ച് ബാക്കിയുള്ളതിലേക്ക് അവന് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം അവൻ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ കാണിച്ചു കൊടുക്കും എന്നുള്ള ഒന്നിന്റെ വ്യാഖ്യാനം കൂടിയാണ് സഖറ എന്ന വാക്ക്. സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി. എല്ലാ നക്ഷത്രങ്ങളും അതിന്റെ ഭ്രമണപഥങ്ങളിലൂടെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് തെറ്റാതെ പിഴക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അള്ളാഹു നിർണയിച്ച അതിന്റെ ചലനപാതയിൽ നിന്ന് ലവലേശം തെറ്റാതെ അത് സഞ്ചരിക്കുന്നു. മനുഷ്യന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന്റെ പിന്നിൽ അവന്റെ സമയത്തെ, കാലത്തെ, വർഷത്തെ എല്ലാം തന്നെ ചിട്ടപ്പെടുത്താനുള്ള ഒരു ചിന്താർഹമായ പാഠം അതിന്റെ പിറകിൽ അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ അവന്റെ വർഷവും കാലവും സമയവുമെല്ലാം കണിശമായി നിർണയിച്ചത് ഈ ഗ്രഹങ്ങളുടെ ചലനവേഗതയെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതിനെ ഏറ്റവും നന്നായി ക്ലിപ്തപ്പെടുത്താൻ അതിന്റെ സമയങ്ങളെ, അതിന്റെ ചലനവേഗതയെ അവന് ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം അവന് കീഴ്പ്പെടുത്തി കൊടുക്കും എന്നുള്ളത്, മനസ്സിലാക്കി കൊടുക്കും എന്നുള്ള ഒരു ധ്വനി സഹറ എന്ന വാക്കിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന് പഠനം ആവശ്യമാണ്, നിരന്തരമുള്ള ഗവേഷണം ആവശ്യമാണ്, ഗവേഷണ ത്വര ആവശ്യമാണ്. അള്ളാഹു ഇത് വായിക്കുന്ന ഓരോ മനുഷ്യനോടും ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ഇതിന്റെ പിറകിലുള്ള രഹസ്യങ്ങളെ നിങ്ങൾ സ്വയം അന്വേഷിച്ച് അള്ളാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ കണ്ടെത്തൂ. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് പ്രപഞ്ചനാഥന്റെ അളമത്തിനെ നിങ്ങൾ ഉൾക്കൊള്ളൂ എന്ന് അള്ളാഹു ചെറിയൊരു വാക്കിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഗൈബിയായ കാര്യങ്ങൾ അത് അള്ളാഹു മനുഷ്യരിൽ എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കൂല. എന്നാൽ ബോധ്യപ്പെടുത്തി കൊടുക്കും
പ്രവാചകന്മാർക്ക് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ലാ മൻ ഇർതളാ മിർ റസൂലി. എന്ന ഗൈബിയായ കാര്യങ്ങളിൽ പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അത് കാണിച്ചു കൊടുക്കൂല. അപ്പൊ പിന്നെ ഈ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ പഠനങ്ങൾ ഗൈബിയായതാണോ? അല്ല, അത് ദൃശ്യലോകത്തുള്ളത് തന്നെയാണ്. ദൃശ്യലോകം എന്ന് പറയുന്നത് അവന്റെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള ഒന്നല്ല, എന്നാൽ അവന്റെ കണ്ണിന്റെ പരിധിയെ വെട്ടിമാറ്റാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ അവന് തന്നെ നൽകിയ ചിന്തയിലൂടെ അവൻ കണ്ടെത്തി, അതിലൂടെ തന്നെ അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ആ വസ്തുവിലൂടെ അവർക്ക് എത്തി നോക്കാൻ കഴിയുന്ന ഒന്നാണത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 8 ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സുകൾ ഉണ്ട് എന്ന് മനുഷ്യൻ പറയുന്നത്, ഭൂരിപക്ഷ മനുഷ്യരിലെ വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അതിലേക്ക് എത്തി നോക്കുന്നതും അതിനെക്കുറിച്ച് ഭൂരിപക്ഷ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. നമ്മുടെ ദൃഷ്ടി പരിധി തന്നെ അവർക്കുള്ളൂ. പക്ഷേ അവരെങ്ങനെയാണ് അതിലേക്ക് നോക്കുന്നത്? അവർ ചില നിർമ്മിതികൾ നടത്തുന്നു. ടെലസ്കോപ്പ് പോലുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ച് അതിലൂടെ അവർ സൂക്ഷ്മമായി ഈ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് എത്തി നോക്കുന്നു. അപ്പൊ ആ നിർമ്മിക്കുന്ന വസ്തുവാണോ വലുത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് അവൻ തന്നെ അടയാളമായി അവന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആ നിർമ്മിക്കുന്ന ഒന്നിന് ആവശ്യമായ ചിന്തയും കഴിവും ബുദ്ധിശേഷിയും നൽകിയ നാഥൻ തന്നെയാണ് അതിന്റെയും സംവിധായകൻ. അവന്റെ ചിന്തയോളം വലുതല്ല അത്. ആ ചിന്ത നൽകുക എന്നുള്ളത്, അത് നിർമ്മിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ ചിന്ത നൽകിയ പ്രപഞ്ചനാഥന്റെ മഹത്വം ആ നിർമ്മിതിയിലൂടെ അവൻ വായിച്ചെടുക്കുകയും അതിന് ശുക്ർ പറയുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നിർമ്മിക്കുന്നത് ഏതൊന്നും അത് നിങ്ങളിൽ തന്നെ പ്രപഞ്ചനാഥൻ നിക്ഷേപിച്ച, സംവിധാനിച്ച ഒരു മഹാ ദൈവീക സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. അല്ലാതെ നിങ്ങൾ വലുതും ദൈവം ചെറുതും എന്നുള്ള ഒന്നല്ല അത്. അപ്പൊ ചില ആളുകൾ അങ്ങനെ പറയും, എന്താണ് ദൈവം സംവിധാനിച്ചിട്ടുള്ളത്? ഇവിടെ ശാസ്ത്രം എത്ര പുരോഗമിച്ചു, അവന്റെ ലോകം ഇന്ന് എവിടെയാണ്, അവൻ ഏതിലൂടെയൊക്കെയാണ് അവൻ സഞ്ചരിക്കുന്നത്? വാനലോകത്തിലൂടെ, സമുദ്രത്തിന്റെ ആഴിയിലൂടെ എല്ലാം അവൻ സഞ്ചരിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ്. മനുഷ്യന്റെ എന്ത് കഴിവാണ്? ഏതു തരത്തിലുള്ള കഴിവാണ്? ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് അവനിൽ തന്നെ ദൈവം തമ്പുരാൻ നിക്ഷേപിച്ച ചിന്താശേഷിയുടെ കഴിവ് കൊണ്ടാണ്. അപ്പോ അതിന് കഴിവ് ലഭിക്കുന്നത്, മനുഷ്യൻ നിർമ്മിത ഏതൊരു വസ്തുവും അത് കണ്ണു തുറക്കുന്നത് അല്ലെങ്കിൽ അത് ചലനാത്മകമാകുന്നത് ഒരു എനർജിയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുമ്പോഴാണ്. എനർജികളെ ഭൗതിക ലോകത്ത് മനുഷ്യൻ വ്യത്യസ്ത എനർജികളെ അവൻ പരിചയപ്പെടുത്തും. സൗരോർജം, സ്ഥിതികോർജം, അങ്ങനെ തുടങ്ങിയിട്ട് പല നമ്മൾ സ്കൂളുകളിൽ പഠിച്ച എനർജികളുടെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. സൗരോർജം, പ്രപഞ്ചത്തിൽ ഊർജങ്ങളുടെ വ്യത്യസ്ത രൂപ മാറ്റങ്ങളുണ്ട്. ഇതിന്റെ ഒന്നും തുടക്കമോ ഒടുക്കമോ എന്താണെന്ന് മനുഷ്യന് പറയാൻ പറ്റില്ല. എനർജിയുടെ തുടക്കം എപ്പോൾ, അന്ത്യം എപ്പോൾ എന്ന് മനുഷ്യന് പറയാൻ പറ്റൂല. ലൈസ ലഹു ബിദായത്തുൻ വലാ നിഹായത്തുൻ, അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. എന്നാൽ അള്ളാഹു, മനുഷ്യൻ ഇതുപോലെ ഒരു എനർജിയുമായിട്ട് അവൻ നിർമ്മിക്കുന്ന ഒരു സംവിധാനത്തെ കണക്ട് ചെയ്യുന്നത് പോലെ അവനെ തന്നെ പ്രപഞ്ചനാഥൻ എന്ന ഒരു മഹാശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഈ ചലനാത്മകത നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഉവൽ ഖവിയ്യുൽ മതീൻ. അപ്പൊ ഈ എനർജി ആണോ എന്ന് ചോദിച്ചാൽ ഈ എനർജി ഒന്നല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല, പ്രപഞ്ച സൃഷ്ടാവിനെ പോലെ ഒന്നുമില്ല. അപ്പോ അതിനപ്പുറം നിൽക്കുന്ന ഈ തരത്തിലുള്ള എനർജികളെല്ലാം തന്നെ അവന് അറിയാൻ, അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നിർമ്മിച്ച തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ഒരു മഹാശക്തിയുമായിട്ട് അവൻ കണക്റ്റഡ് ആണ്. അന്ത്യനാളിനെ നിഷേധിക്കുന്ന മനുഷ്യരോട്
അള്ളാഹു പറയുന്ന വർത്താനം, നിങ്ങളുടെ ഒരു സഹോദരൻ അവന്റെ കണക്ഷൻ തീരാൻ സമയമായെന്ന് അവന് തോന്നുമ്പോൾ, ഞാനിപ്പോ ഈ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. സൂറത്ത് വാഖിയയിലുള്ള ഒരു ആയത്താണ്. മരണാശയ്യയിൽ കിടക്കുമ്പോൾ അവന്റെ ചുറ്റും നിങ്ങൾ നിൽക്കുന്നു, എന്നാൽ നാം നിങ്ങളെക്കാളും അവനോട് അടുത്ത് നിൽപ്പുണ്ട്. ലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾക്കാണ് എല്ലാ കഴിവുകളും ഉള്ളതെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അവനിൽ നിന്ന് നഷ്ടപ്പെടുന്ന ആ ജീവനുണ്ടല്ലോ, ആ തുടിപ്പുണ്ടല്ലോ, ആ എനർജി ഉണ്ടല്ലോ, നിങ്ങൾ അത് തിരിച്ചു പിടിക്കൂ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇപ്പൊ മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ ഞാനാണ് വലിയവൻ, എന്നിലാണ് എല്ലാ കഴിവുകളും ഉള്ളത്, എന്നിലൂടെയാണ് ഈ ലോകത്തിന്റെ പ്രൗഢിയും ഈ ലോകത്തിന്റെ വികാസവും ഇതിന്റെ ടെക്നോളജിയുമെല്ലാം എന്നിലൂടെയാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മനുഷ്യൻ, അവൻ തന്നെ അവന്റെ മിഴിയടക്കുമ്പോൾ, അവന്റെ ചലനം നഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഏതൊന്നും അത് എനർജിയുമായിട്ട് കണക്റ്റഡ് അല്ലാതെ വരുമ്പോഴേ അതിന്റെ മിഴിയടക്കുന്നത് പോലെ മനുഷ്യന്റെയും സ്വിച്ച് അള്ളാഹു ഓഫാക്കി കളയും. ആ സ്വിച്ച് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം ഭദ്രമാണ്. അവിടെ എത്ര വലിയ അഹങ്കാരിയും എത്ര വലിയ സമ്പന്നനും എത്ര വലിയ ധനാഢ്യനും എത്ര വലിയ അധികാരിയും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ, ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ആ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ സമതുല്യരായി മാറുകയും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ അവൻ മിഴിയടക്കുകയും ചെയ്യുന്നു. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് വലിയവനായി നടിച്ച ആ മനുഷ്യൻ ജീർണിച്ച് ആരും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒന്ന് ഉള്ളത് കൊണ്ട് അവൻ വളരെ സുന്ദരനായിരുന്നു, അവൻ ജീവസുറ്റവനായിരുന്നു, അവൻ വളരെ ചലനാത്മകത പുലർത്തിയവനായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അത് അസ്തമിച്ചിരിക്കുന്നു. അപ്പോ ആരുമായിട്ടാണോ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നത്? അപ്പൊ വയർലെസ് സംവിധാനമാണ് മനുഷ്യൻ്റെതെന്ന് പറഞ്ഞത്. വനഫഖ്നാഹു മിർ റൂഹി, അള്ളാഹു ആ റൂഹിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇതിനെ അള്ളാഹു സജീവമാക്കിയിരിക്കുന്നു. വയസ്സലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അപ്പൊ മനുഷ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ തുടിപ്പുള്ളത് എന്നാണ്. മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു തുടിപ്പ് മാത്രമല്ല മനുഷ്യനുള്ളത്. ആ തുടിപ്പ് വരുന്നതോടുകൂടി ചിന്ത വരുന്നുണ്ട്, ക്രിയാത്മകമായ നിർമ്മിതികൾ അതിന്റെ ഉള്ളിലൂടെ ഉണ്ടായിത്തീരുന്നുണ്ട്. മനുഷ്യൻ നിർമ്മിക്കുന്ന ഒന്നിനെ അത് മിഴി തുറക്കാൻ ആ എനർജി അതിന് അവസരം നൽകുന്നുണ്ടെങ്കിലും അത് ഒരു പുതിയ ഒന്നിനെ നിർമ്മിക്കൂല. അതെന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഒരു കാര്യമാണ്. വളരെ ചെറിയ അറിവ് മാത്രമേ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പോ മനുഷ്യന് അള്ളാഹു ഈ കഴിവുകൾ നൽകിയതിലൂടെ മാത്രമാണ് അവന് ഇത്തരത്തിലുള്ള ലോകങ്ങളിലേക്ക് എത്തി നോക്കുവാൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളത്. അതുള്ളത് കൊണ്ടാണ്, ആ ശേഷി ഉള്ളത് കൊണ്ടാണ്. ആ ശേഷി പെടുന്നതിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോ ഇമാം ഷഹറാബി ഇങ്ങനെ വിശദീകരിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ ലാഹിറത്തൻ വ ബാത്തിന, അസ്ബഗ അലൈക്കും നിഅമഹു ലാഹിറത്തൻ വ ബാത്തിന എന്ന് പറഞ്ഞുകൊടുത്ത് ആ വലിയൊരു അനുഗ്രഹത്തെ കുറിച്ച് കൂടി അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യന്റെ സ്വകാര്യത, മനുഷ്യന്റെ രഹസ്യങ്ങൾ
എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ലൗ തകാശഫ്തും മാ തദാഫൻതും എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. നിങ്ങൾ രഹസ്യങ്ങൾ മനുഷ്യരെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ മറവ് ചെയ്യാൻ ആരും വരൂലായിരുന്നു. എല്ലാവരും ഇട്ടെറിഞ്ഞാണ്ട് ഓടിപ്പോകും. അള്ളാഹു അതിനെപ്പോലും മറച്ചു വെച്ചിരിക്കുക. എല്ലാത്തിനും ഗന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഗന്ധമുണ്ട്, തിന്മകൾക്ക് ഗന്ധമുണ്ട്. മനുഷ്യന്റെ തിന്മക്കെങ്ങാനും ആ മനുഷ്യന്റെ തിന്മയും ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലോസരപ്പെടുത്തുന്ന ഗന്ധമാണ് തിന്മക്കുള്ളത്. ആ ഗന്ധമെങ്ങാനും അള്ളാഹു പുറത്തു വിടുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അവസ്ഥ എന്തേക്കാരം, മനുഷ്യന്റെ അവസ്ഥ എന്തേക്കാരം. അപ്പൊ അതുപോലും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ളാഹിറത്തൻ വ ബാത്തിന, അള്ളാഹു അത് മറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് മറ്റുള്ളവരുടെ സ്വകാര്യത മറച്ചു വെക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അന്ത്യനാളിൽ അവന്റെ സ്വകാര്യതയെ അള്ളാഹു മറച്ചു വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. വല്ലാത്തൊരു വർത്താനം. മൻ സതറ ഔറത അഖീഹി സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ സ്വകാര്യത മറച്ചു വെച്ചാൽ അള്ളാഹു യൗമുൽ ഖിയാമയിൽ അവന്റെ രഹസ്യങ്ങളെ അള്ളാഹു മറച്ചു വെക്കും. അള്ളാഹു വല്ലാത്ത കാരുണ്യവാനാണ്. അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ മൂർത്തമായ അവസ്ഥ. അള്ളാഹുവിന്റെ സിഫത്തുകളെ മനുഷ്യന് അത് ഇന്ന രൂപത്തിലാണെന്ന് പറയാൻ പറ്റൂല. അത് അക്മലായ, അക്മൽ എന്ന് പറഞ്ഞാൽ ആ അക്മൽ എന്ന വാക്കിന് തന്നെ അതിന്റെ മൂർത്തമായ ഒരു അവസ്ഥ എന്താണോ അത് അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നാണ്. അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകൾക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത മൂർത്താവസ്ഥയുണ്ട്. അപ്പോ സതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, അള്ളാഹു അത് മറച്ചു വെക്കും. അതും അള്ളാഹുവിന്റെ ളാഹിറത്തൻ വ ബാത്തിനത്തൻ, ബാത്തിനായ അള്ളാഹിന്റെ അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മുടെ രഹസ്യങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ ശരീരത്തെ തൊലി കൊണ്ട് മൂടിയിരിക്കുന്നു എന്നുള്ളതും ഒരു അള്ളാഹുവിന്റെ ഒരു മഹാനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഇതിങ്ങനെ തുറന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇതിനെന്തെങ്കിലും സൗന്ദര്യം ഉണ്ടാവുമോ? നമ്മുടെ ഓരോ അവയവങ്ങളെ നോക്കിയാട്ടെ, ഒരു സൗന്ദര്യം ഉണ്ടാവില്ല. ഇതിലിങ്ങനെ പുറത്തിങ്ങനെ എത്രയോ ആളുകളുടെ ആമാശയങ്ങൾ അവര് പുറത്ത് ചില ട്യൂബുകളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. ഹൃദയം ബോക്സിലാക്കിയിട്ട് തൂക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഈയിടെ ഞാൻ വായിച്ചിരുന്നു. വർഷങ്ങളായിട്ട് അള്ളാഹു അതിനെല്ലാം തന്നെ അതിന്റെ അകത്ത് വളരെ ഭദ്രമായി അതിനെല്ലാം തന്നെ മറച്ച് പിടിച്ച് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ളാഹിറത്തൻ വ ബാത്തിന വഅസ്ബഅ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വ ബാത്തിന. മനുഷ്യനിലുള്ള അവന്റെ കിഡ്നിയെ കുറിച്ച് ഇമാം ഷഅറാബി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇമാം ഷഅറാബി കിഡ്നിയെ കുറിച്ച് മാത്രം അദ്ദേഹം സുദീർഘമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ്. പക്ഷേ മനുഷ്യന് അവനെ വലിയ അഹങ്കാരിയും നിഷേധിയുമാണ്. അവനെക്കുറിച്ച് ബോധമില്ലാത്തവനാണ്. അവന്റെ ജീവിതത്തിന്റെ പൊരുളറിയാത്തവനാണ്. അതിന്റെ രഹസ്യമറിയാത്തവനാണ്. രഹസ്യമറിയാനാണ് മനുഷ്യന് മരണം നൽകിയിട്ടുള്ളത്. ജീവിതത്തിന്റെ പൊരുളറിയാൻ, ജീവിതത്തിന്റെ രഹസ്യമറിയാൻ, ഉയിർക്കൊണ്ട ഒന്നിന്റെ വസ്തുത മനസ്സിലാക്കാൻ
മനുഷ്യൻ അള്ളാഹു മരണം നൽകി. ആരെങ്കിലും ഒരു പ്ലാവിലെ ചക്ക കണ്ടിട്ട് ആ ചക്കയാണ് അതിന്റെ ഒറിജിനൽ അവസ്ഥ എന്ന് ആരും പറയില്ല. ആ ചക്കന്റെ ഉള്ളില് അത് പൊളിച്ചു കഴിഞ്ഞാല് ഒരു വിത്തുണ്ട്. ആ വിത്താണ് അതിന്റെ യഥാർത്ഥ രൂപമെന്ന് ബുദ്ധിയുള്ളവന് മനസ്സിലാക്കും. ഒരു വലിയൊരു മത്തന്, ആ വലിയ മത്തന്റെ ഉള്ളിൽ ധാരാളം അതിന്റെ ഒറിജിനൽ രൂപങ്ങളുണ്ട്. ഇതുപോലെ അതെപ്പോഴാണ് വെച്ചാൽ അത് പൊളിച്ച് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോഴാണ് ആ വിത്തിനെ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ പ്രപഞ്ചത്തിലെ ഏതൊന്നിന്റെ ഉള്ളിലും അതിന്റെ ഒറിജിനൽ രൂപാവസ്ഥ കിടക്കുന്നുണ്ട്. ഇതുപോലെ മനുഷ്യന്റെ ഉള്ളിലും ആ ഒറിജിനൽ അവസ്ഥയുണ്ട്. അതിന്റെ ആ സെല്ലുണ്ട്. ആദ്യ സൃഷ്ടിപ്പ് തുടങ്ങിയ സെല്ലിനെ നിക്ഷേപിച്ചിട്ടുണ്ട്, ആ വിത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ആ വിത്തിലേക്കുള്ള മടക്കമാണ് മരണം എന്ന് പറയുന്നത്. അപ്പോ ജീവിതത്തിന്റെ പൊരുൾ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് മരണം എന്നുള്ളത്. പക്ഷെ നമുക്കത് അറിയുന്നില്ല. നമ്മൾ അവിടെയും എനിക്ക് ബാധകമല്ല ഇത് എന്ന ഭാവത്തിലാണ് ആ ഒരു സത്യത്തിന് കീഴ്പ്പെട്ട ഒരു ജഡത്തിന്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുന്നത്. എനിക്കത് ബാധകമല്ല എന്ന ഭാവത്തിലാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം നമ്മള് ഈ പറഞ്ഞു വെച്ചതുപോലെ എന്റെ സ്വിച്ചും ഓഫാക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്, അത് പെട്ടെന്ന് ഓഫാക്കും, ഞാനും ഇത്തരം ഒരു നിർജീവാവസ്ഥയിലേക്ക് ഞാനും പെടുന്നനെ ചാഞ്ഞു പോകും അല്ലെങ്കിൽ വീണു പോകും എന്ന ബോധത്തിലല്ല അങ്ങനെ വീണുപോയ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങുകയും പിന്നീട് അതിലേക്ക് തന്നെ അതിനെ മടക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ പലയിടങ്ങളിൽ അത് പറയുന്നുണ്ട്. തുടങ്ങിയ ഒന്നിലേക്ക് നിങ്ങളെ മടക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒന്നിൽ നിന്നാണ് വീണ്ടും നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിക്കുക. എന്നാല് ആ ഒന്നിനെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യൻ ഈ കാണുന്നതാണ് എന്റെ ഒറിജിനൽ അവസ്ഥ എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഈ കാണുന്ന കോലത്തിലേക്ക് നോക്കി, ഈ രൂപത്തിലേക്ക് നോക്കി, ഇതിനെ മനോഹരമാക്കി അതില് സൗന്ദര്യ വസ്തുക്കൾ പുരട്ടി അതിനെ ചന്തമാക്കി വെച്ച് ഇതെല്ലുമാണ് ജീവിതത്തിന്റെ പളപളപ്പ് എന്നുള്ള രൂപത്തില് ഇതിനെങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കുക. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട എന്നല്ലട്ട പറയണത്. മേക്കപ്പ് ചെയ്യണവരെല്ലാം ചെയ്തോളി, നന്നായിട്ട് ചെയ്തോളി. ചുണ്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പുരട്ടണമെങ്കിൽ എല്ലാം പൊരട്ടിക്കോളി. ഞാൻ ഹുക്കുമ് പറയല്ല കേട്ടോ, ഞാനൊരു വിഷയത്തിന്റെ പിന്നെ ഒരു ഗൗരവം ഉൾക്കൊള്ളാൻ പാടിയിട്ട് ഒരു വിഷയം പറയാം. പക്ഷേ ഇതല്ല എന്റെ ഒറിജിനൽ അവസ്ഥ എന്ന്, ഇതല്ല ശരിക്കും എന്റെ രൂപമെന്ന് അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കുന്നത് നന്ന് എന്ന് പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മരണശേഷം ഈ ശരീരത്തെ ഉയിർക്കൊള്ളിക്കുക, ഉയിർത്തെഴുന്നേൽപ്പിക്കുക? ഇത് ദ്രവിച്ചു പോവില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സത്തുബില, ദ്രവിച്ചു പോകും, ഇല്ല അജബുദ്ദനബി, നിന്റെ ആദ്യ വിത്തൊഴിച്ച്. അജബുദ്ദനബിന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത് പിന്നെ ആദ്യ ദർറത്ത് എന്നാണ്, ആ ആദ്യ സെല്ല് എന്നാണ്. അതിനെ നിന്റെ മുതുകിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു. ആ നിക്ഷേപിച്ച വിത്തിലേക്ക് മടക്കപ്പെടും നിന്നെ. സയുറക്കബുൽ ഇൻസാനു മിൻഹ, അതിൽ നിന്ന് മനുഷ്യനെ രണ്ടാമത് അള്ളാഹു റീക്രിയേറ്റ് ചെയ്യും. അന്ന് പ്രപഞ്ചത്തെ ഉടച്ച് നിലവിലുള്ള പ്രോസസ്സിങ്ങിന്
തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അവസ്ഥാവിശേഷമുള്ള ഒരു ഭൂമുഖത്തെ അള്ളാഹു സൃഷ്ടിക്കും. യുബദ്ദലുൽ അർദു ഗൈറൽ അർളി, ഇതല്ലാത്ത മറ്റൊരു ഭൂതലത്തെ അള്ളാഹു സംവിധാനിക്കും. വസ്സമാവാതു വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അങ്ങനെ ഇതിനെ ഉടച്ച് നിരപ്പാക്കി ഇമാം ഷഅറാബി പറയും, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ ഫഖാലൽ ഇൻസാനു മാലഹാ. സൂറത്ത് ഹജ്ജിലെ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്തും അദ്ദേഹം മനോഹരമായിട്ട് അന്നത്തെ ഖുർആന്റെ ഒരു ആയത്തിന്, ചെറിയൊരു വാക്കിനെ അദ്ദേഹം വെച്ചുകൊണ്ട് മനോഹരമായി വിശദീകരിച്ചു പോകുന്നുണ്ട്. അന്ന് ഈ ഭൂതലത്തെ മുഴുവനും മിനുസമുള്ള പ്രതലമാക്കി മാറ്റും. അതിൽ ചെറിയൊരു ഈർപ്പം നിലനിൽക്കുന്ന, കാല് വെച്ചാൽ വഴുതി പോകുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഒരു വിത്ത് മുളക്കാന് വയലില് ഒരു കർഷകന് ചെയ്യുന്ന ചില പ്രവൃത്തികൾ കണ്ടിട്ടില്ലേ? കൊത്തി അത് വീണ്ടും വീണ്ടും അതിനെ ചവിട്ടി താഴ്ത്തി അതിനെ വളരെ മിനുസമുള്ള രൂപത്തിലാക്കി അതിന്റെ മണ്ണിനെ അയാൾ മാറ്റും. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാലങ്ങ് വെച്ചാൽ അങ്ങ് തെന്നി മാറുന്ന, ആണ്ടുപോകുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഒരു പാടത്തെ മാറ്റിയതിന് ശേഷം അതിൽ വിത്ത് വിതക്കും. അതിൻ്റെ ഉള്ളത് ഞെടിയിടയിൽ മുളച്ചു പൊന്തും. മനുഷ്യ വിത്ത് മുളച്ചു പൊന്താൻ ആവശ്യമുള്ള രൂപത്തിൽ ഈ ഭൂതലത്തെ അള്ളാഹു, ഈ ഭൂതലത്തെയല്ല, ഈ ഭൂതലത്തെ മറ്റൊരു ഭൂതലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹു അതിനെ പൊടിയുള്ള, മിനുസമുള്ള, വെള്ളത്തിന്റെ അംശമുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ മനുഷ്യ വിത്തിനെ അതിന്റെ മുകളിൽ കൊണ്ടുവന്ന അള്ളാഹു വിതറുമെന്നും, അന്ന് സയുൻസിലുല്ലാഹു മിനസ്സമാഇ മാഅൻ, വാനലോകത്തിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിക്കും. ഫയംബുത്തൂന കമാ യംബുത്തുൽ ബഖ്ലു, വിത്തുകൾ മുളച്ചു പൊന്തുന്നത് പോലെ നിങ്ങൾ മുളച്ചു പൊന്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അപ്പൊ ജീവിതത്തിന്റെ പൊരുളറിയുക എന്നുള്ളത് അള്ളാന്റെ നിഅമത്തിനെ ബോധ്യപ്പെടാൻ അനിവാര്യമാണ്. അസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വബാത്തിന, അള്ളാഹു നിങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു. അക്മല അലൈക്കും, അള്ളാഹു പൂർണ്ണമാക്കി നൽകിയിരിക്കുന്നതാണ്. അസ്ബാനൽ അക്മല, പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, മനുഷ്യര് ഇങ്ങനെല്ലാണ് അള്ളാഹുവിന്റെ മഹാനുഗ്രഹങ്ങളെ പ്രപഞ്ചത്തിൽ, മനുഷ്യരിൽ, ചക്രവാളങ്ങളിൽ എല്ലാം അള്ളാഹുവിന്റെ അളമത്തിനെ, മഹത്വത്തെ മനുഷ്യന് ബോധ്യപ്പെടാൻ കഴിയും. അവന്റെ ചിന്ത ഉപയോഗിച്ചു കഴിഞ്ഞാല്, അവൻ നന്നായി പഠിച്ചു കഴിഞ്ഞാല്, നന്നായിട്ട് അവൻ ആലോചിച്ചു കഴിഞ്ഞാല് ഇതിന്റെ പിറകിലെ ഒരു മഹാശക്തിയുടെ കഴിവിനെ, മഹത്വത്തെ എല്ലാം അവന് ബോധ്യപ്പെടും. എന്നാൽ നാം ഈ പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന ഭാവത്തിലേക്ക് ഭൂമിയിലെത്തി ചിന്ത പ്രാപിച്ചാൽ പിന്നീട് അവൻ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. അവനെ തന്നെ മറന്ന് അവനാണ് വലിയവൻ എന്ന ഭാവത്തിൽ അവൻ ഓടുന്നു. അപ്പോൾ തർക്കവിതർക്കങ്ങളെ കൊണ്ട് അവൻ സജീവമാകുന്നു. മനുഷ്യൻ തർക്കിക്കുന്നത് തന്നെ അവനെ മറക്കുമ്പോഴാണ്, അവന്റെ തുടക്കം മറക്കുമ്പോഴാണ് മനുഷ്യൻ തർക്കിക്കുന്നത്. അപ്പോൾ അവന് അഹങ്കാരിയാകും. നീ കാണുന്നില്ലേ, സ്വന്തത്തെ തന്നെ ദൈവമാക്കിയവൻ. ദൈവം എന്ന് പറയുന്നത് ഒരു മഹത്വത്തിന്റെ അടയാളമാണ്. അവൻ ഔന്നിത്യമാർന്നവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, ദൈവം. അപ്പോ അവൻ സ്വയം വലിയവനായി നടിക്കുന്ന, അവൻ തന്നെയാണ് എല്ലാത്തിന്റെയും കാരണഭൂതൻ എന്ന് സ്വയം നടിക്കുന്ന, സ്വയം ധരിക്കുന്ന, അഹങ്കരിക്കുന്ന അവസ്ഥാവിശേഷം മനുഷ്യനുണ്ടാകുന്നു. അവനെ തന്നെ മറക്കുമ്പോൾ, ഞാനൊരു സൃഷ്ടിയാണെന്നും
ഞാൻ ഇന്ന അവസ്ഥയിലൂടെ കടന്നു വന്നവനാണെന്നും എന്റെ ഒറിജിനൽ അവസ്ഥ അതൊരു വളരെ നഗ്നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത വളരെ മൈന്യൂട്ടായ ഒരു ബിന്ദുവാണെന്നും ഒരു സെല്ലാണെന്നും ഒരു സ്പേമാണെന്നും അതിൽ നിന്ന് ഉയർക്കൊണ്ടവനാണ് ഞാനെന്നും അതിന്റെ ഉള്ളിൽ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം നോക്കിയാൽ കാണുന്ന ഒന്നിന്റെ ഉള്ളിൽ മനുഷ്യൻ ശ്രവിക്കുന്ന ഒരു മില്ലി രേതസ് ബിന്ദുവിൽ ദശലക്ഷക്കണക്കിന് വരുന്ന അണുക്കളിലെ ഒരു അണുവാണെന്നും അതിന്റെ ഉള്ളില് ഇതെല്ലാം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നെന്നും അതിനെ പടിപടിയായി ഒരമ്മയുടെ ഗർഭാശയത്തിൽ ഈ കോലത്തിലേക്ക് മാറ്റിയവൻ മഹോന്നതനാണെന്നുമുള്ള ബോധം മനുഷ്യൻ വിസ്മരിക്കുകയും അവൻ സ്വയം വലിയവനായി നടിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ സംഭവിക്കുന്ന ഒന്നാണ് നിഷേധാത്മകത എന്ന് പറയുന്നത്. പിന്നീട് അവൻ തർക്കിക്കുന്നു, വിതർക്കങ്ങളിൽ ഏർപ്പെടുന്നു, ഒരു അറിവുമില്ല. തർക്കിക്കാം, അറിവ് വേണമെന്ന് ഈ ആയത്ത് പറയുന്നുണ്ട്. അപ്പൊ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വലാഹുദൻ, അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഹുദ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു വിഷയം ബോധ്യപ്പെടുത്തുമ്പോൾ അതിന് നിങ്ങളെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ പറഞ്ഞ ഒന്നിലേക്ക് മറ്റൊരാളെ എത്തിക്കാൻ പര്യാപ്തമായ തെളിവുകൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം, അതില്ലത്തുകൾ ഉണ്ടായിരിക്കണം. ഒന്നിനെ മറ്റൊന്നുകൊണ്ട് സ്ഥാപിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശക്തമായ തെളിവുകളും ശക്തമായ ബോധവും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയണം. ഹുദൻ വലാ കിതാബി മുനീർ, അതോടൊപ്പം തന്നെ തെളിഞ്ഞ നിയമങ്ങൾ നിങ്ങളെ കയ്യിൽ തന്നെ അതിനുള്ള മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തെളിഞ്ഞ നിയമങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ മനുഷ്യരിൽ ഭൂരിപക്ഷവും ഒരു അറിവുമില്ലാതെയാണ്, അവനെ കുറിച്ച് തന്നെ ഒരു ബോധവുമില്ലാതെയാണ് അവൻ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്. അവനറിയാത്ത ലോകത്തെ കുറിച്ച് പറയാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഗൈബിലേക്ക് അള്ളാഹു മനുഷ്യർക്ക് എത്തി നോക്കാൻ അവസരം നൽകൂല. അപ്പൊ ഈ കണ്ടുപിടിച്ചതെല്ലാം ഗൈബിയായ സംഗതിയല്ലേ എന്ന് വെച്ചാൽ ഗൈബിയായ സംഗതി അല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അത് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന ഒന്നാണ്. അത് സമയാസമയം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള അറിവിനെ അള്ളാഹു പങ്കുവെക്കും. ചിന്തിക്കുന്നവർക്കെല്ലാം അള്ളാഹു അറിവിനെ പങ്കുവെക്കും. എന്നാൽ ഗൈബിയായ കാര്യങ്ങളെ അള്ളാഹു പ്രവാചകന്മാർക്ക്, അത് തന്നെ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക്, അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് അള്ളാഹു അത് പങ്കുവെക്കുന്നു. നമ്മള് അതുമായി ബന്ധപ്പെട്ടാലും കുറെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ സൂറത്ത് കഹ്ഫിൽ നിങ്ങളെല്ലാം ചിന്തിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇമാം ഷഅറാബിയുടെ ഉദ്ധരണികളെ മുമ്പിൽ വെച്ച് നമ്മൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ തന്നെ ധാരാളം അതിന് വേണ്ടി നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്ത് വകദാലികനുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് അദ്ദേഹത്തിന് നാം ദൃഷ്ടിപരിധി നാം അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. അതിന്റെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള അവസരം അദ്ദേഹത്തിന് നാം നൽകി. വകദാലികനുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാതി വൽ അർദ് ലിയകൂന മിനൽ മൂഖിനീൻ, മറയുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ദൃഢബോധ്യമുണ്ടാകാൻ വേണ്ടി. മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് ചോദിക്കുകയും അതും കാണണമെന്ന് പടച്ചവനോട് ആവശ്യപ്പെടുകയും, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ച് ആ പൊരുളിനെയും കണ്ടറിഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ബോധ്യപ്പെട്ട ഒരു പ്രവാചകൻ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. മുഹമ്മദ് റസൂലുള്ളാഹിനെ അല്ലാഹു
സമയത്തിന്റെ ആപേക്ഷികത ബോധ്യപ്പെടുത്തുന്ന, ഒന്നുകൂടി അതിന്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് പടച്ചതമ്പുരാന് മനുഷ്യൻ എന്നുന്ന സെക്കൻഡിന്റെ അംശത്തിന്റെ ദൈർഘ്യത്തെ എങ്ങനെയാണ് അള്ളാഹു നിർമ്മിക്കുന്നത് എന്ന പാഠവും നൽകിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹിനെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കാണാൻ വേണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്നു. അസ്റാബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ആയത്തുകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനു മുമ്പ് ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആയത്ത് എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആയത്തുകളെ എത്ര തരത്തിലുണ്ട് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ കൊണ്ടുപോയി. പ്രവാചകന്മാരിൽ നിന്ന് അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കണു. അപ്പൊ ഗൈബിലേക്ക്, അത് പ്രവാചകന്മാരുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു വെക്കണു. ഓ അതുകൊണ്ടാണ് പ്രവാചകന്മാർ മനുഷ്യർക്ക് വേണ്ടി കരഞ്ഞത്. ഒരു അറിവില്ലാതെ മനുഷ്യൻ സംസാരിക്കുകയാണ്. അവനെ തന്നെ മറന്ന്, അവന്റെ ദൗർബല്യങ്ങളെ മറന്ന്, വലിയവനായി നടിച്ച്, ചിന്തകനായി അഭിനയിച്ച് അവന് വലിയ വർത്താനം പറയുന്നു. പ്രവാചകന്മാർ അവരെ കളിയാക്കിയിട്ടൊന്നുമില്ല, ആക്ഷേപിച്ചിട്ടൊന്നുമില്ല, നിന്ദിക്കുകയോ അവരെ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ അവർ പാവങ്ങളായിട്ടാണ് പ്രവാചകന്മാർ അവരെല്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ നടിക്കുന്ന മനുഷ്യന്റെ മുമ്പിലും അവന് വേണ്ടി പ്രവാചകന്മാർ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില പൊട്ടത്തരങ്ങളിലും കുട്ടികളിൽ നിന്ന് കാണുമ്പോൾ രക്ഷിതാക്കന്മാര് വളരെ ദയാപൂർവം ചിരിക്കുമല്ലോ, കാരുണ്യപൂർവം അത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കരുണ കാണിക്കുമല്ലോ കുട്ടികളോട്. ആ മാനസികാവസ്ഥയാണ് ഇത്തരം മനുഷ്യരോട് പ്രവാചകന്മാർ പുലർത്തിയത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വളരെ രൗദ്രഭാവേനയാണ് ഇത്തരം ആളുകളോട് നമ്മൾ പെരുമാറുക. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാല് അതിനോട് വല്ലാതെ കയർത്ത് സംസാരിച്ച് നമ്മൾ അവരെ അത്തരം ഒരു അവസ്ഥയിൽ തന്നെ ഒഴിവാക്കിടുന്ന രൂപത്തിലേക്ക് നമ്മൾ മോശമായിട്ട് ഇടപെടും. അവനെ എന്നും പിന്നീട് ഒരു അക്രമിയും കൊള്ളാത്തവനും കൊള്ളരുതാത്തവനുമായി നമ്മൾ ചിത്രീകരിക്കുകയും ചെയ്യും. ഇവിടെ തർക്കിക്കാം, നിങ്ങൾക്ക് ഇതിലും വേണം എന്ന് അല്ലാഹു പറയും. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തർക്കങ്ങൾ എന്തായിരിക്കും? അറിയാൻ വേണ്ടി മാത്രമായിരിക്കും എന്നതാണ് അതിന്റെ പിറകിലുള്ളൊരു സത്യം. എന്നാൽ അറിവില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാവില്ല, അത് വാശിക്ക് വേണ്ടിയായിരിക്കും, മറ്റുള്ളവനെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനും വേണ്ടിയായിരിക്കും. കയ്യിൽ വസ്തുതകളൊന്നും ഉണ്ടാവില്ല, കളവുകളും നിരന്തരമുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഒന്നിനെ അയാൾ സ്ഥാപിക്കാന് അയാൾ മുതിരുക എന്നത് അറിവില്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നേരത്തെ ഓതിയ ആയത്തിൽ സൂറത്ത് ഖസസില് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ അവരുടെ കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകിയാൽ ജഹദൂബിഹ, അതിനവർ വായ കൊണ്ട് നിഷേധിക്കും. അവിടെ ജഹദൂബിഹ എന്ന് പറഞ്ഞാല് വായ കൊണ്ട് നിഷേധിക്കുമെന്നാണ്. കാരണം മനുഷ്യന്റെ പ്രകൃതത്തിൽ അവന്റെ സൃഷ്ടാവിനെ അറിയുക എന്നുള്ളത് അള്ളാഹു തന്നെ നിക്ഷേപിച്ച ഒന്നാണ്. ഏതൊന്നിന്റെയും പിറകിൽ ഒരു സംവിധായകൻ ഉണ്ടെന്ന ഒരു ലോജിക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടും. ആരും തന്നെ ഇന്നേ വരെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ ഞാനാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും വന്നിട്ടില്ല. ഈ ബൃഹത്തായ സംവിധാനങ്ങൾ, അതിബലിഷ്ഠമായ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മൾ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടമോ ഞാൻ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞൊരു വ്യക്തിയോ ഇന്നേ വരെ വന്നിട്ടില്ല. എന്നാൽ ഇതെല്ലാം ഇവിടെ വളരെ ബലിഷ്ഠമായി, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു വൈകല്യവുമില്ലാതെ ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ സംവിധായകൻ ഞാനാണെന്ന് പറഞ്ഞ് മനുഷ്യരോട് അതിന്റെ സംവിധായകനായ, സ്രഷ്ടാവായ, സർവജ്ഞാനിയായ,
മഹാസംവിധായകൻ, മഹാശക്തി മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രവാചകന്മാരിലൂടെ പറയുന്നു. അപ്പോ മനുഷ്യന് ഈ അറിവില്ലെങ്കിൽ, ഈ ബോധമില്ലെങ്കിൽ മനുഷ്യന് തർക്കിക്കുവാൻ, അവന് വീണ്ടും വീണ്ടും തർക്കിച്ച് ജയിക്കുവാനുള്ള ഒരു ത്വര മനുഷ്യനുണ്ടാകും. പെടാം. പക്ഷേ അത് അറിവിന് വേണ്ടിയായിരിക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതിനപ്പുറം തർക്കിക്കാൻ വേണ്ടിയാവരുത്. അതുകൊണ്ട് മൂസാ നബി ഈ തർക്കിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹം ഉണ്ടല്ലോ, നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഗതികേട്, അത് ഇമാം ഹസൻ ബസരി പറയുന്നത് പോലെ അതൊരു ദുരന്താണെന്നാണ്. അതിന്റെ കാറ്റ് പെട്ടെന്ന് എല്ലാവരിലേക്കും അടിച്ചു വീശും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ഇവൻ കുറെ പഠിച്ചവനാണെന്ന് ധരിക്കുന്ന മനുഷ്യർ പോലും ഇവർ തർക്കിക്കാൻ തുടങ്ങുന്നതാണ്. നമ്മളെ സമൂഹം അത്തരം അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ യുവതി യുവാക്കളിലും തന്നെ ഈ ലിബറലിസവും നിരീശ്വരവാദവും കൂടിയിട്ടുള്ളത്. കാരണം ഒരു ഭാഗത്തുനിന്ന് കള്ളം പറഞ്ഞ് മാത്രം ഒരു വിഷയത്തെ നിരന്തരം കൈകാര്യം ചെയ്യുമ്പോഴേ അതിന്റെ കാറ്റ് അവരിലേക്ക് അടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രവാചകൻ, പ്രവാചകൻ ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്, ഈ കാറ്റ് പെട്ടെന്ന് അടിക്കുന്നതാണ്. ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് പ്രവാചകൻ. എന്നിട്ട് എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ വർഷങ്ങളുടെ നീണ്ട വർഷപ്പഴക്കം, നീണ്ട കാലം നിരീശ്വരത്വത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് പറയും, ദൈവം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് പറഞ്ഞ് നടിച്ച ഒരു വ്യക്തിയുടെ ഇടപെടൽ, അധികാരം, അയാൾ നടത്തിയ ക്രൂരതകള്, അയാളുടെ അനുചരന്മാരിലൂടെ ഒരു ജനതയ്ക്ക് മുകളിൽ അയാൾ നടപ്പാക്കിയ ക്രൂരകൃത്യങ്ങള്, അവരെ പ്രേരിപ്പിച്ച ഈ നിരീശ്വരത്വത്തിന്റെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതിലൂടെ അവരിലുണ്ടായ ക്രൂരതകളിൽ എല്ലാം തന്നെ ആ സമൂഹത്തിന്റെ മനസ്സും കാലപ്പഴക്കം അത്തരമൊരു അവസ്ഥയിലേക്ക് മാറ്റി. പിന്നീട് ഒരു പ്രവാചകൻ വരികയും, അവരുടെ രക്ഷകനായ ഒരു പ്രവാചകൻ വരികയും, ആ പ്രവാചകൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തി മറുകര കടത്തി അവിടെ എത്തി അവർക്ക് സ്വസ്ഥമായ ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കിയപ്പോഴും അവർ ചോദിച്ചത് പടച്ചോനൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളതാണ്. ഇജ്ജ് പറഞ്ഞ പടച്ചോനെ കാണിച്ചു തരുമോ? മൂസാ നബി ഏറ്റവും കൂടുതൽ അഭ്യന്തര പ്രശ്നങ്ങളെ നേരിട്ട പ്രവാചകനാണ് മൂസാ നബി. കാരണം ഒരു സമൂഹം എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുമ്പോഴും തർക്കങ്ങളിൽ ഏർപ്പെട്ട ഒരു സമൂഹമാണ് മൂസാ നബിയുടെ സമൂഹം. അവരിലുള്ള എല്ലാ തർക്കങ്ങളും വിതർക്കങ്ങളും നിരന്തരം നടത്തിക്കൊണ്ട് തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും അവർ തെന്നിമാറുകയും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മുഴുകുകയും ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത മാത്രയിൽ മനസ്സ് കടുത്തു പോകുകയും 12 അരുവികളെ ഒഴുക്കിക്കൊടുക്കാൻ 12 ഗോത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതിലൂടെ പ്രതിസന്ധിയിലകപ്പെട്ട ഒരു പ്രവാചകനെ അവർക്ക് അങ്ങനെ 12 അരുവികൾ ഒഴുക്കിക്കൊടുക്കേണ്ടി വന്ന ഒരു ദയനീയാവസ്ഥയെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു പ്രവാചകന്റെ ദയനീയാവസ്ഥ. അപ്പൊ അവരെ അള്ളാഹു അങ്ങനൊന്നും പാഠം പഠിപ്പിച്ച പോരാ എന്ന് ഇമാം ഷാറാവി പറയുന്നുണ്ട്. അത്തരം ഒരു അവസ്ഥയിൽ നീങ്ങുന്ന ഏതൊരു ജനതയെയും അള്ളാഹു ഇത്തരത്തിലുള്ള ഫറോവമാരിലൂടെ അള്ളാഹു പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അത് ഒരു ഫറോവയെ കുറിച്ചുള്ള ചർച്ചയല്ല, അത് ഫിർഔനുൽ ബശരിയ്യ, എല്ലാ കാലത്തും രൂപപ്പെടുന്ന ഫറോവയെ കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ വളരെ അപൂർവമായി
തല ഉയർത്തിപ്പിടിക്കുന്ന മൂസമാരെ കാണാൻ പറ്റും. മൂസൽ ബശരിയ, എല്ലാ കാലത്തും ഇത്തരം ഇടങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മൂസമാരെ കാണാൻ പറ്റും. അവരെ എല്ലാവരും കൂടിയിട്ട് ആ മൂസമാരെ നിഷ്കാസനം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുകയും ചെയ്യും. കൂടെ നിൽക്കുന്നവരും ചെയ്യും. കൂടെ നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ വിശ്വാസം പുലർത്തുന്നവരാണ്. നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, മനുഷ്യന്റെ വ്യക്തിത്വത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി പ്രവാചകൻ നിൽക്കുമ്പോൾ നിന്റെ കൂടെയാണെന്ന് പറയുന്നവനും സമയം കിട്ടിക്കഴിഞ്ഞാൽ അവനെ ദ്രോഹിക്കുവാനും അവനെ ഒറ്റുകൊടുക്കുവാനും അവൻ ശ്രമിക്കും. ഖുർആൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവസാനം മൂസാ നബിക്ക് പടച്ചോനോട് ചോദിക്കേണ്ടി വന്നു, റബ്ബി അരിനി, പടച്ചോനെ എനിക്ക് ഒന്ന് ഇജൊന്ന് എന്നെ കാണിച്ചു തരുവോ? റബ്ബി അരിനി അൻദുറു ഇലൈക, നിന്നൊന്ന് കാണിച്ചാല് എനിക്ക് അന്നൊന്ന് കാണായിരുന്നു പടച്ചോനെ. നമുക്കറിയാം സൂറത്ത് ബഖറയില് അവസാനം മൂസാ നബി പോകുന്നുണ്ട്. ഒരു ജനതയോടുള്ള ഒരു അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യരോട് നമ്മൾ അറിവില്ലാതെ തർക്കത്തിൽ ഏർപ്പെട്ട് വരുന്ന ആളുകളോട് ഏത് സമീപനം സ്വീകരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അവര് വെറുക്കല്ല ചെയ്യുന്നത്, നമ്മൾ വെറുക്കാണ്. മൂസാ നബി അത് ആവശ്യപ്പെട്ടപ്പോഴ് എന്നാ വരും നമുക്ക് പോവാന്നാ പറഞ്ഞത്. അങ്ങനെ അവര് പോകുന്നു. മൂസാ നബി ചോദിക്കുന്നത്, ഒരു പ്രവാചകന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. പടച്ചോനെ, അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മൂസാ നബി. അതുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോ സൂറത്ത് ബഖറയെ പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങളെ മരിച്ചതിന് ശേഷം അള്ളാഹു നിങ്ങൾ ജീവിപ്പിച്ചില്ലേ. വൈദ് ഖുൽതും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹ്റതൻ. നിങ്ങൾ ആ സന്ദർഭം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇതെല്ലാം ഒരു കാലത്തിന്റെ പ്രശ്നമൊന്നുമല്ലട്ട. ഇതിൽ ഇന്ന് പുതിയ ലോകത്ത് നമുക്ക് ചുറ്റും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും ഇതെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈദ് ഖുൽതും യാ മൂസ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം നിങ്ങളൊന്ന് ഓർക്കുക. യാ മൂസ, അല്ലയോ മോശ, ലൻ നുഅ്മിന ലക, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കൂല, ഹത്താ നറല്ലാഹ ജഹ്റതൻ, ഞങ്ങൾക്ക് നേരിട്ട് പടച്ചോനെ കാണണം, ദൈവത്തെ കാണണം. ഫഅഖറതുഹും സായിഖ, പ്രകമ്പനം അവരെ പിടികൂടി. വഅൻതും തൻദുറൂ, നിങ്ങൾ നോക്കി നിൽക്കെ. സുമ്മ ബഅസ്നാകും, പിന്നെ അല്ലാഹു നിങ്ങളെ ജീവിപ്പിച്ചു. മിൻ ബഅദി മൗതികും, നിങ്ങൾ ജീവനറ്റ് വീണതിന് ശേഷം, ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ജീവിപ്പിച്ചു. ഇനി അതിനോട് നീ വേറൊരു അടയാളൊന്നും ആവശ്യമില്ല. മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചു വരില്ലേ. പടച്ചോനെ ശരിക്കും അവരറിഞ്ഞു അതിലൂടെ തന്നെ. ഇതിനെല്ലാം നന്നായിട്ട് നമ്മൾ അത് പറയുമ്പോ തന്നെ അതിന്റെ ഒരു ഗാംഭീര്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വീണ്ടും നിങ്ങളെ ജീവിപ്പിച്ചു. എന്നിട്ടും ആ ജനത എന്താക്കി? മൂസാ നബി തൂർ സീനാ മലയിലേക്ക് വേദം വാങ്ങാൻ വേണ്ടി പോയപ്പോഴ് ഇവിടെ സാമിരി പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് ആ പശുക്കുട്ടിയെ പൂജിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഈ കാറ്റ് പെട്ടെന്ന് അടിക്കുന്നതാണ്, അത് പെട്ടെന്ന് പോകൂല. ഇല്ലാമ റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിച്ചൊരു വെച്ച്. അതുകൊണ്ടാണ് അധിക ആളുകളും സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറയുന്നുണ്ട്, എത്ര ദൃഷ്ടാന്തങ്ങൾക്കിടയിലൂടെയാണ് നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രിക്കൂൻ. അധിക ആൾക്കാരും പടച്ചോനിൽ പലതിനെയും പങ്കു ചേർത്തിട്ടേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുള്ളൂ. അധിക ആളുകളുടെയും അവസ്ഥ അങ്ങനെ. ഇപ്പൊ തർക്കിക്കാം, പക്ഷെ അത് ളുൽമൻ വ ഗുലുവ, അത് അഹങ്കാരവും
അഹന്തയും പേറിക്കൊണ്ടാകാൻ പാടില്ല. പക്ഷെ ആ ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നത് അഹങ്കാരത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് തർക്കിക്കാം. അതുകൊണ്ടാണ് അഹ്ലി കിതാബുകാരുമായിട്ട് ഇതിനു മുമ്പ് ഭേദം നൽകിയ സമൂഹങ്ങളുമായിട്ട് നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെട്ടുകൊള്ളുക. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. പക്ഷെ മാന്യമായിരിക്കണം, പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരിക്കണം. ആളുകളെ വെറുക്കുകയല്ല ചെയ്യുന്നത്, വെറുക്കാതെ മാന്യമായി ആളുകളുടെ വ്യക്തിത്വത്തെ എല്ലാം തന്നെ മാനിച്ചുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കണം ഇടപെടേണ്ടത്. അത് പിന്നെ ദൈവത്തെ കുറിച്ച് പറയുന്ന, ദൈവസത്യത്തെ ബോധ്യപ്പെട്ട മനുഷ്യരെ പുലർത്തേണ്ട, ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നതമായ ഒരു സ്വഭാവ ഗുണമാണ്. പക്ഷെ അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ചീത്ത പറഞ്ഞിട്ടും അപഹേളിച്ചിട്ടും നിന്ദിച്ചിട്ടുമുള്ള ശൈലി, അത് പ്രവാചകന്മാരെ പറയുന്ന ഒരു ജനതക്ക് നല്ലതല്ല. കാരണം ഖുർആനെ പ്രവാചകന്മാർ ഏർപ്പെട്ടതും പ്രവാചകന്മാർ ഇടപെട്ടതും മനുഷ്യരോട് എങ്ങനെയാണ് അളവറ്റ കാരുണ്യം അത്തരം ആളുകളോട് പോലും ചൊരിഞ്ഞത് എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ സൂക്ഷ്മത പാലിക്കണം. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവന് വെറുക്കല്ല വേണ്ടത്, അവനെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ റസൂല് പറഞ്ഞു വെക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവനെ വെറുക്കല്ല വേണ്ടത്, അവനെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അത് ഏത് മനുഷ്യനാണെങ്കിലും കേട്ടോ, ഏത് മനുഷ്യനാണെങ്കിലും. മനുഷ്യനെ ബഹുമാനിക്കേണ്ടത് അവൻ മനുഷ്യനാണ് എന്ന അർത്ഥത്തിലാണ്. ജാതി കൊണ്ടും മതം കൊണ്ടും നിറം കൊണ്ടും ഭാഷ കൊണ്ടും വേർതിരിച്ചിട്ടാവരുത്. കാരണം അതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. പ്രപഞ്ചനാഥന്റെ, ജഗദീശ്വരന്റെ, സർവേശ്വരന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഭാഷയും നിറവും ദേശവും എല്ലാം തന്നെ. അപ്പൊ മനുഷ്യനെ ബഹുമാനിക്കേണ്ടത് ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, അവൻ മനുഷ്യനാണ് എന്നുള്ള ബോധത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഗർഭാശയ ബന്ധങ്ങളെ നിങ്ങൾ പരിപാലിക്കണമെന്ന് സൂറത്തു നിസാഇന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്. ഗർഭാശയ, ഇമാം ഷഹറാബി അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. കുടുംബ ബന്ധം എന്നല്ല, ഗർഭാശയ ബന്ധത്തെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. കാരണം എന്തുകൊണ്ടാണ് ഗർഭാശയ ബന്ധം എന്ന് പറഞ്ഞത്? അവിടെ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്. അപ്പൊ മനുഷ്യരെ വെറുക്കല്ല. സ്വന്തം സഹോദരനെ ഒരാൾ വെറുക്കൂ, അവനെ നിന്ദിക്കൂ, അവനെ അവഹേളിക്കൂ? ഇല്ലല്ലോ. അപ്പൊ പാപം ചെയ്യുന്നവരെ ദൈവത്തെ ബോധ്യമുള്ളവർ, ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞവർ അവഹേളിച്ചുകൊണ്ടല്ല നേരിടേണ്ടത്, നിന്ദിച്ചുകൊണ്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. അവര് അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഒരു കിതാബ് മുനീർ, തെളിച്ചമുള്ള വേദം അവരുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ഹുദ അവരുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം ഉള്ള നിങ്ങൾ എന്താക്കണം? ഇത്തരം ആളുകളെ എങ്ങനെയാണോ കാരുണ്യവാന്മാരായ, കാരുണ്യത്തിന്റെ നിറകുടങ്ങളായ ദൈവദൂതന്മാർ എങ്ങനെ കൈകാര്യം ചെയ്തുവോ, എങ്ങനെ പെരുമാറിയോ, അതുപോലെ പെരുമാറാൻ പറ്റണം. അതുകൊണ്ട് പരിശുദ്ധ റസൂല് ഒരു മനുഷ്യന്റെ ചരിത്രത്തെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രവാചകന്മാർ കഥ പറയാറില്ല. ഊഹങ്ങളിൽ നിന്നുള്ള കഥകൾ പ്രവാചകന്മാർ പറയാറില്ല. അവർ ചരിത്ര വസ്തുതകളെ മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ബുഖാരി ഉദ്ധരിക്കുന്ന വിശാലമായ ഒരു ഹദീസ്, അത് എന്നും ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ പാപം ചെയ്യുന്ന മനുഷ്യരോട് ഏത് രൂപത്തിലായിരിക്കണം ഇടപെടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന വളരെ ദീപ്തമായ പരിശുദ്ധ റസൂലിന്റെ ഒരു വചനാണ്. റജുലുൻ മിമ്മൻ കാന ഖത്ലക്കും മിമ്മൻ കാന ഖബ്ലക്കും, റജുലുൻ മിമ്മൻ കാന ഖബ്ലക്കും
ഖതല 99 നഫ്സ, നിങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യന് 99 ആൾക്കാരെ കൊന്നു. അതൊക്കെ കുറ്റബോധമുണ്ട്. മനുഷ്യനിൽ എന്നും നന്മയുടെയും തിന്മയുടെയും രണ്ടവസ്ഥാവിശേഷമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ദൈവത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഉണ്ടാവണം. അൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇത് രണ്ടും മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. നന്മയെ ഉദ്ധരിപ്പിക്കുന്നവൻ രക്ഷപ്രാപിക്കുന്നു, തിന്മയെ എടുത്ത് നടക്കുന്നവൻ അവൻ പരാജയപ്പെടുന്നു. ഇപ്പൊ രണ്ടും ഉള്ളിലുള്ള രണ്ട് വസ്തുതകളാണ്. അപ്പൊ ഏത് പാപിയും നന്മയുടെ വഴി പുൽകാനുള്ള ഒരു വെമ്പലുണ്ടാവും. അപ്പൊ ഇയാള് അദ്ദേഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു മനുഷ്യനെ തേടി നടന്നു. ഫദുല്ല അലാ റാഹിബിൻ, ഒരു പുരോഹിതനെ കാണിച്ചു. അയാളോട് പറഞ്ഞു, ഇന്നി ഖതൽതു 99 നഫ്സ അല്ലി മിൻ തൗബ, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് പാപമോചനം ഉണ്ടോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഇല്ല, അന്നും ഇന്നെല്ലും അത്തരം ആളുകൾക്ക്, പാപം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പാപത്തിന്റെ കല്ലറ തന്നെ ഇന്നും ഉണ്ട്. അതിനെ ഒരു പ്രത്യേക വാക്കെന്നെ ഉപയോഗിക്കാറുണ്ട്. അത്തരം ആളുകളെ, പാപം ചെയ്യുന്ന ആളുകളെ അടക്കുന്ന ഒരു ഇടത്തിന് ഒരു വാക്ക് ഉപയോഗിക്കും ഇന്നും. അത് നിങ്ങൾക്ക് അറിയുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ നന്നാക്കാൻ സമ്മതിക്കൂല എന്ന് ധരിച്ച ആ മനുഷ്യനെ അയാളെയും കൊന്നിട്ട് 100 തികച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും ഭൂമിയിലെ ഏറ്റവും നല്ല അറിവുള്ള മനുഷ്യരെ തേടി വീണ്ടും അയാൾ നടന്നു. ഫദുല്ല അല ആലിമി, ഒരു ദൈവഭക്തനായ മനുഷ്യനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ദൈവഭക്തരാരായിരിക്കണം, ദൈവത്തെ മനസ്സിലാക്കിയ ആളുടെ ക്വാളിറ്റി എന്താണ് എന്ന് പരിശുദ്ധ റസൂല് ഈ ഹദീസിൽ പറഞ്ഞു തരിക. ഫദുല്ല അല ആലിമി, ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞത് ഇനി ഇങ്ങനെ ചിന്തിക്കണ്ട, ഖുർആനും ഹദീസും അറിയുന്ന ആളാണെന്ന് ചിന്തിക്കണ്ട. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പടച്ചോനെ ബോധ്യമുള്ള, പ്രപഞ്ചത്തെക്കുറിച്ച് നന്നായി അറിവുള്ള, ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. അത് ഏത് ഫന്നിലുള്ള കഴിവുള്ള ആളാണെങ്കിലും ശരി, അയാൾ ആലിമാണ്, പണ്ഡിതനാണ്. നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത പടർന്നിട്ടുണ്ട്. പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കല് ഖുർആനും ഹദീസും പഠിച്ചവരാണ്, അല്ലാത്തവരൊന്നും പണ്ഡിതനല്ല. അതുകൊണ്ട് നല്ല കഴിവുള്ള, ശാസ്ത്രത്തിൽ നല്ല നിപുണരായ ആളുകളെല്ലാം പിറകോട്ട് പോകും. പ്രപഞ്ചത്തെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ മുമ്പിൽ നിൽക്കും. അങ്ങനല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ളവരാണ് പടച്ചോൻ ഓർത്തിട്ട് കരയാന്നാണ് സൂറത്ത് ആലി ഇമ്രാനിലെ അവസാനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് പറയുന്നു. അപ്പൊ നല്ല അറിവുള്ള ഒരാളോട് പോയി ചോദിച്ചു. അയാൾ പറഞ്ഞു, മൻ യഹൂലു ബൈനക വ ബൈന തൗബതിക, നിന്റെയും നിന്റെ പാപമോചനത്തിനും ഇടയിൽ ആർക്കാണ് മറയിടാൻ കഴിയുക? അള്ളാഹു എനിക്ക് പുറത്തുതരും. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു മഹാദയാലുവാണ്. ഈശ്വരൻ കാരുണ്യത്തിന്റെ പൂർണ്ണ രൂപമാണ്. അവർ പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങളിൽ ബോധ്യപ്പെട്ട് അവർ നിന്റെ അരികിൽ വന്നാൽ അവരോട് പറയണം, പടച്ചോന് കാരുണ്യവാനാണ്, അവന് തന്നെ അവൻ കാരുണ്യവാനെന്ന് നാമകരണം ചെയ്തിരിക്കുന്നു, അതിനാൽ ഒന്ന് പേടിക്കണ്ട, പടച്ചോൻ നിങ്ങൾക്ക് എല്ലാം പുറത്തരും. ഖുർആനും പറയുന്നുണ്ട് അങ്ങനെ പറയണം. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ആരാണ് നിന്റെയും നിന്റെ പാപമോചനത്തിനും ഇടയിൽ ആർക്കാണ് മറയിടാൻ കഴിയുക? എന്നാൽ നീ ജീവിക്കുന്ന ഈ ഭൂമി കണ്ടല്ലോ, അർദുക അർദു സൂഇ, അതൊരു മോശം കുറെ ആളുകൾ എപ്പോഴും പാപം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. അതിനാൽ ഇൻതലിഖ് മിൻ അർദി കദാ വകദാ, ഇവിടുന്ന് പോണം, കുറച്ച് നല്ല ആൾക്കാരിൽ ജീവിക്കുന്നിടത്തേക്കൊന്ന് പോയിക്കോ, എന്നാ നിനക്ക്
ഏറ്റവും നല്ല മനുഷ്യനായിട്ട് എനിക്ക് മാറാൻ പറ്റും. അപ്പൊ ബീഅത്ത് വലിയൊരു വിഷയം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിന്മകളുടെ വിളയാട്ടം നടക്കുമ്പോൾ കള്ളങ്ങൾ മാത്രം പറഞ്ഞ് അതിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ കാറ്റ് പടച്ചോനെ നന്നായി തിരിയാത്ത ആളുകളിൽ തട്ടും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അൽ മർഉ ഇബ്നു ബീഅത്തിഹി, ഒരു മനുഷ്യൻ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ സന്തതിയാണ്. അപ്പൊ നല്ല സൊസൈറ്റിയെ നിർമ്മിക്കണം എപ്പോഴും. അപ്പൊ കുടുംബത്തിൽ എപ്പോഴും നല്ല ചർച്ച ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ എപ്പോഴും കുട്ടികളുടെ ചിന്തയെ ഉദ്ദീപിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല ചർച്ചകൾ കൊണ്ടുവരണം. മനുഷ്യനോടുള്ള ആദരവും ബഹുമാനവും അവരെ പഠിപ്പിക്കണം. സൊസൈറ്റിയോടുള്ള പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. ഈ സൂറത്തിന്റെ മഹത്വതലുമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന സൂറത്തിന്റെ മഹത്വങ്ങൾ. അങ്ങനെ ഏറ്റവും നല്ല ഒരു പൗരനാക്കി മക്കളെ നമ്മൾ മാറ്റണം. അപ്പോ ജീവിക്കുന്ന സാഹചര്യങ്ങള് അത് നമ്മളിൽ എഫക്റ്റ് ചെയ്യും. അപ്പൊ ഈ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇജ്ജ് ഇവിടുന്ന് പോയിക്കോ, നല്ല മനുഷ്യര് അപ്പുറത്തുണ്ട്, അവരെ കൂടെ കൂടിക്കോ, അനക്ക് രക്ഷപ്പെടാൻ പറ്റും. അയാള് പോയി, പകുതി വഴിയിൽ വെച്ച് അയാൾ മരിക്കുന്നു. കാരുണ്യത്തിന്റെ മാലാഖമാർ അവസാനം അയാളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.